പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. നമ്മെ കരുതുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ ഓരോ ദിവസവും വഴി നടത്തുകയും ചെയ്യുന്ന ഒരു സ്നേഹവാനായ സ്വർഗീയ പിതാവ് നമുക്കുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. കാരണം വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുന്ന കാലയളവിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുമ്പോൾ അവിടെയാണ് തിരിച്ചറിയുന്നത്, എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവാം ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. ദൈവവചനത്തിൽ കൂടി അത് വ്യക്തമായി ദൈവം രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ആ ദൈവവചനത്തിൽ കൂടി ഇത് മനസ്സിലാകുന്ന ഒരു വ്യക്തി തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും സൃഷ്ടാവാം ദൈവകരങ്ങളിലേക്ക് സൃഷ്ടിയായ നമ്മെ സമർപ്പിക്കുമ്പോഴാണ് ദൈവഹിതം നമ്മിൽ നിറവേറാനായിട്ട് ആരംഭിക്കുന്നത്. അതിന് ദൈവവചനത്തിൽ പറയുന്നത് നീ വീണ്ടും ജനിക്കുക എന്നാണ്. യേശു തന്നെ പറയുന്നുണ്ട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം എന്താണെന്ന് ദൈവം അവന് അധികമായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് അവനെ പാപവഴികൾ വിട്ടുതിരിയുവാനും നശിച്ചു പോകാത്ത നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും എന്നെ വഴി നടത്തുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതത്തിലേക്കാണ് വഴി നടത്തുന്നത്. അത് സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒരു നാളും കൈവിടാത്ത സ്നേഹവാനായ ആ പിതാവിനോട് ചേർന്നുള്ള ജീവിതത്തിനായിട്ട് ആ വ്യക്തിയെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഒരളവിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 14-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ പറയുന്ന കാര്യം ഇതാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഈ ജീവിതയാത്രയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം കലക്കം സംഭവിക്കുന്നത് ഹൃദയത്തിനാണ്, മനസ്സിനാണ്. എന്നാൽ ജീവിതത്തിൽ എന്ത് വിഷയങ്ങൾ വന്നാലും ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തൊരു കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവജനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഉത്തരം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയാലും ഈ ദൈവം മതിയായവനാണ്, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവനാണ്, ദൈവം എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഹൃദയത്തിൻ്റെ കലക്കങ്ങളും ഭയവും ഭീതിയും നിരാശയൊക്കെ മാറിപ്പോകുവാനും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാനും ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആകാശം ഭൂമി മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരത്തില്ല. മനുഷ്യരൊക്കെ വാക്കുമാറും, ദൈവം വാക്കുമാറത്തില്ല. ദൈവം ഭോഷ്ക് പറയത്തില്ല. ഭോഷ്ക് പറയുവാൻ അല്ലെങ്കിൽ വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല. അതുകൊണ്ട് ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നോ അത് പൂർണ്ണമായി വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഇവിടേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും സാധിക്കുന്നതല്ല. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനേകർ കോടിക്കണക്കിന് സ്വത്തുള്ളവരൊക്കെ വെറും കൈയായിട്ട് മടങ്ങിപ്പോകുന്നതും ഈ പറയുന്ന സമയത്ത് പെട്ടെന്ന് ജീവശ്വാസം
ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യം പല വ്യക്തികളുടെ ജീവിതത്തിൽ കാണുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. ദൈവം നമ്മളോട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആ പിതാവിൻ്റെ ഭവനത്തിൽ എന്നോട് കൂടെ തേജസ്സുള്ള ശരീരത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്കായി സമർപ്പിച്ചതുകൊണ്ട് ഒരു വീണ്ടും ജനനത്തിനായിട്ട് നിങ്ങളെ ഒരുക്കിയത്, വീണ്ടും ജനനം ഞാൻ നൽകിയത്. ഈ ഭവനത്തിൽ, നിത്യഭവനത്തിൽ, ദൈവം ഒരുക്കിയിരിക്കുന്നതും നശിച്ചു പോകാത്തതുമായിട്ടുള്ള നിത്യഭവനത്തിൽ ദൈവത്തോടു കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയാണ്, വാസസ്ഥലം കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. തുടർന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടൊരു കാര്യം തൻ്റെ മക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമുക്കൊരു നിത്യഭവനം ഒരുക്കുന്നു. ആ നിത്യഭവനത്തിൽ നിത്യനായ ദൈവത്തോടു കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നിത്യഭവനത്തിലേക്ക് നമ്മെ ചേർപ്പാൻ കർത്താവ് വരും. മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന ആകാശവും ഭൂമിയൊക്കെ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനത്തിലാണ് സകലതും ഉളവായത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം നോക്കൂ, ദൈവം നമുക്കായിട്ടൊരു ഭവനം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ഈ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നശിച്ചു പോകാത്തതാണ്, നിലനിൽക്കുന്നതാണ്, നിത്യമായതാണ്, തേജസ്സേറിയതാണ്. എന്നാൽ ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും പാപത്താൽ മലിനമാക്കപ്പെട്ടു പോയതുകൊണ്ട് അതെല്ലാം തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. കാരണം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നശിച്ചു പോകാത്ത നിത്യരാജ്യത്തിൻ്റെയും നിത്യഭവനത്തിൻ്റെയും പ്രകാശനത്തിലായിരിക്കണം നാം ഇനി ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളൊന്നും ഉണ്ടാക്കരുത് എന്നൊന്നും അല്ലേ പറഞ്ഞതിനർത്ഥം. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾക്ക് ഇവയൊക്കെ ആവശ്യമെന്നും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ ഇവിടേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നില്ലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വസ്ഥതയും സമാധാനം. പലരും മറ്റുള്ളവരുടെ പല വസ്തുവകകൾ കണ്ടിട്ട് അതിനെ മോഹിച്ചിട്ട് സ്വസ്ഥതയും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയി ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, ഒന്നും മോഹിക്കരുത്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയുക. നമുക്ക് ആവശ്യമെങ്കിൽ ദൈവം അത് തീർച്ചയായിട്ടും നമുക്ക് തരും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണല്ലോ. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിങ്ങൾക്കായിട്ട് ഭവനം ഒരുക്കുന്നു, അവിടെ അതൊരുക്കിയാൽ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കിൽ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ അടുക്കൽ നാമും ഇരിക്കേണ്ടതിന് നമ്മളെ വന്ന് ചേർത്തുകൊള്ളും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് നമ്മൾ ഇരുത്തിയിരിക്കുന്ന ഇടത്ത് നമ്മൾ ഇരിക്കണം. ഇന്ന് നമ്മൾ ഇരുത്തിയിരിക്കുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ഇരിക്കുന്നിടത്ത്, പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയമായിട്ടുള്ള പദവിക്കൊത്തവണ്ണമുള്ളൊരു ജീവിതമാണ് നാം ഇന്ന് ഇവിടെ ജീവിക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്നതാകരുത്. ദൈവത്തിന് മഹത്വം കിട്ടുന്നതായിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും, എന്ത് തന്നാലും, എന്ത് കുടിച്ചാലും, എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടണം. മാത്രമല്ല, യേശു കർത്താവ് നമുക്ക് സകലത്തിലൊരു മാതൃക കാണിച്ചു. അവിടെ എല്ലാം ദൈവം യേശു പിതാവിനെ മഹത്വപ്പെടുന്ന ജീവിതമാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവ് വെളിപ്പെടുത്തുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്കുള്ള മാതൃകയാണ്. നമ്മളും ഈ ഒരു അളവിൽ ഈ നിത്യതയിലാക്കി ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിൽ യേശു കർത്താവ് പറഞ്ഞ ആ നിത്യഭവനത്തെ വീണ്ടും വെളിപ്പെടുത്തി തരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കേട്ടോ, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനിയില്ല. അപ്പോൾ ഈ കാണുന്ന ആകാശവും ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനം വെളിപ്പെട്ട് വരുന്നത് കാണാനായിട്ട് സാധിക്കും. തുറന്നു പറയാം, പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മളിത് കാണണം. നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചാൽ ഈ നിത്യഭവനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ടു വരും.
ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിപ്പാനും വാഞ്ചിപ്പാനും അതിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ ദൈവശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഈ ദൈവ നഗരത്തിൻ്റെ പ്രകാശനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ പ്രകാശനത്തിൽ നാം ജീവിക്കണം. അത് നശിച്ചു പോകാത്തതാണ്, നിലനിൽക്കുന്നതാണ്, തേജസ്സേറിയതാണ്, നിത്യമായതാണ്. വിശുദ്ധരായവരാണ് അവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണം. ദൈവവചനം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ, വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ കൃത്യമായ അനുസരണത്തിൽ കൂടി ജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നിത്യരാജ്യത്തിൻ്റെ പ്രകാശനമാണ് ഓരോ ദിവസവും ദൈവവചനത്തെ അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവും ഈ ഒരു പ്രകാശനവും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ ജീവിതയാത്രയിൽ നിത്യരാജ്യത്തിന്റെ പ്രകാശനം ഞങ്ങൾക്ക് നൽകുവാനായി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് നൽകുന്നല്ലോ, അതിനെ വെളിപ്പെടുത്തി തരുന്നല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ അങ്ങ് പ്രകാശിപ്പിക്കുന്നല്ലോ. നശിച്ചു പോകുന്നതിൻ്റെ പിറകെ ഓടുവാനല്ല, നിത്യമായതിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ഞങ്ങൾ കാണിച്ചെന്ന മാതൃകയിൽ പുത്രൻ ജീവിച്ച പോലെ ജീവിപ്പാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ പകരണമേ. ആവശ്യങ്ങളിൽ കരം കൂടിയിരിക്കണം. ദുഷ്ടന്റെ ഇരപ്പെടാതെ കാക്കണം. സമാധാനം കൊണ്ട് നിറയ്ക്കണം. ഓരോ ഭവനങ്ങളും ഈ ഒരു പ്രകാശനത്തിൽ ജീവിപ്പാനായി പിതാപുത്രൻ പരിശുദ്ധാത്മ ഒന്നായിരിക്കുന്ന പോലെ ഭാര്യാഭർത്തൃബന്ധമായിരിക്കാൻ, മക്കളോടുള്ള ബന്ധമായിരിക്കാൻ നോഹ തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു. നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതുപോലെ ഈ കാലത്തിൽ കൃപയാൽ ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അതേ ദൈവവചനത്തെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിപ്പാൻ ഓരോ ഭവനങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് പരിശുദ്ധാത്മാവിനായി നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.